ശ്രീ സുഭാഷ് ബാബു, അങ്ങ് ശുഭാപ്തി വിശ്വാസം തന്നെ പ്രകടിപ്പിച്ചു ഒരു ഘട്ടത്തിൽ. കാര്യം നല്ല ഓഫീസർമാരാണ്, അന്വേഷണം നടക്കുമെന്നുണ്ട്. പക്ഷേ ഇവിടെ ഹൈക്കോടതിക്ക് പോലും കാര്യമായ സംശയങ്ങളുണ്ട്. അതിൽ പ്രധാനപ്പെട്ട കാര്യം കൃത്യമായ കണക്കുകളോ രേഖകളോ ഫയലിങ്ങോ നടക്കുന്നില്ല എന്നുള്ളത്. നമുക്കൊരു ചെറിയ സ്പെസിഫിക് ഡീറ്റെയിലേക്ക് വരാം. ഈ വിജയ് മല്യ 2.5 കിലോ, കൃത്യമായി പറഞ്ഞാൽ 2.51 കിലോ സ്വർണം ചെലവാക്കിയാണ് ഈ ശ്രീകോവിലിൻ്റെ വാതിലും അതിന് മുകളിലുള്ള കൊത്തുപണികളുമൊക്കെ സ്വർണം പൊതിഞ്ഞത്, പൂശിയതല്ല. ഇപ്പോൾ വാക്കുകൾ വളരെ സൂക്ഷിച്ചുപയോഗിക്കേണ്ട ഒരു സമയമാണ്. അതിൽ 2 പാളികൾ എവിടെ പോയി? കാര്യം പുതിയ ചെമ്പിലാണ് പൂശിയതെന്നുള്ളത് വ്യക്തമാണ്. 2 പാളികൾ സ്ട്രോങ് റൂമിലുണ്ടോ? ഉണ്ടാവാം. ഇതുപോലെ പല ഘട്ടങ്ങളിലായി. അതുപോലെ തന്നെ ദ്വാരപാലക ശില്പത്തിൻ്റെ സ്വർണം പൊതിഞ്ഞ പ്ലേറ്റഡ് ക്ലാഡഡ് പാളികൾ കൊണ്ടുപോയി അത് ഇളക്കിയെടുത്തു. പുതിയ പാളിയാണ് കൊണ്ടുവച്ചിരിക്കുന്നതെന്ന് പറയുന്നു. അപ്പം ഇതിനൊക്കെ എന്തെങ്കിലും രേഖ കണ്ടെത്താൻ, ആരാണ് വീഴ്ച വരുത്തിയതെന്നൊക്കെ കണ്ടെത്താൻ കഴിയുമോ ഈ ഒരു ഇരുട്ട് നിറഞ്ഞ ഈ തുരങ്കത്തിനകത്തു നിന്ന്? ഇവിടെ പ്രധാനമായിട്ട് എന്താന്ന് പറഞ്ഞാൽ, അവിടെ വഴിപാടുകൾ വരുന്നതിന് വ്യക്തമായ കണക്കില്ല, രേഖയില്ല എന്നുള്ളത് നമ്മളുടെ ശ്രീ ഗോപാലകൃഷ്ണൻ എസ് പിക്ക് തന്നെ നേരിട്ട് അറിയുന്നത്. കാരണം അദ്ദേഹം നേരിട്ട് ബോധ്യപ്പെട്ട ആളാണ്. അദ്ദേഹം കഴിഞ്ഞ ദിവസം ചാനൽ ചർച്ചയിൽ അത് പറയുമ്പോൾ എനിക്കത് പറയാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. കാരണം എനിക്ക് നേരിട്ട് അറിവില്ല. അവിടെ ചെന്ന അവിടുത്തെ അനുഭവങ്ങൾ പറഞ്ഞു കേട്ടതിൽ നിന്ന്, നമ്മൾ ദൂരെ നിന്ന് കണ്ടിട്ട് നിന്ന് അങ്ങനെ സംശയം തോന്നിയത് മാത്രമേ. പക്ഷേ അദ്ദേഹം നേരിട്ട് അനുഭവപ്പെട്ടതിന് ശേഷം അദ്ദേഹം പറഞ്ഞു എങ്ങനെയാണ് അവിടുത്തെ ഹുണ്ടിയിൽ വരുന്ന വിലപ്പെട്ട മുതലുകളും, അതായത് രത്നം ഉൾപ്പെടെയുള്ള മുതലുകൾ, സ്വർണ്ണം ഉൾപ്പെടെ, അതേപോലെ തന്നെ കാണിക്ക വരുന്ന വിവിധ നാണയങ്ങളും നോട്ടുകളും ഒക്കെ അവിടുന്ന് മാറ്റപ്പെടുന്നതെന്ന് അദ്ദേഹം പറഞ്ഞു. അപ്പോൾ അത് തീർച്ചയായിട്ടും എനിക്കും അവിടുത്തെ സാഹചര്യങ്ങളിൽ നിന്ന് അവിടുത്തെ ഉദ്യോഗസ്ഥന്മാർ തന്നെ എന്നോട് പറഞ്ഞിട്ട് എനിക്ക് തന്നെ അറിയുന്ന കാര്യമാണ്. അദ്ദേഹം പറഞ്ഞപ്പം അതിനെ സംബന്ധിച്ച് അതിന് കൂടുതൽ വിശ്വാസ്യത വന്നു എന്നുള്ളതാണ് ഞാൻ അന്ന് മനസ്സിലാക്കിയത്. അപ്പോൾ ഇങ്ങനെ അവിടുത്തെ ഈ നടവരവ് ഉൾപ്പെടെയുള്ള എല്ലാ വിലപ്പെട്ട മൂല്യങ്ങളും അവിടുന്ന് അടിച്ചു മാറ്റുന്നതിന് അവിടെ നിന്ന് വ്യവസ്ഥയില്ല. അത് കാലാകാലങ്ങളില്ല. അത് വ്യവസ്ഥ വരുത്താൻ വേണ്ടി ആരും യാതൊരു നടപടിയും സ്വീകരിത്തില്ല. കോടതി ഇടപെടലിൻ്റെ അടിസ്ഥാനത്തിൽ ഇനി അത് സംഭവിക്കും, അതിന് വ്യക്തത ഉണ്ടാവുമെന്ന് നമുക്ക് വിശ്വസിക്കാം. പിന്നെ രണ്ടാമത്തെ എന്താണെന്ന് പറഞ്ഞാൽ, അവിടെ വരുന്നതിന് വ്യക്തമായ രേഖപ്പെടുത്തലുകളില്ല എന്നുള്ളത് നമ്മൾ നേരത്തെ തന്നെ മനസ്സിലാക്കുകയാണ്. പണ്ട് പാത്രം ത്തിൻ്റെ കാര്യങ്ങൾ കാണുന്നില്ല, രേഖകളൊക്കെ പോയി എന്ന് പറയുന്നതിന് ശേഷം തന്നെ അതിനകത്ത് ഡിജിറ്റലൈസ് ചെയ്ത് വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടി അന്ന് പറഞ്ഞിരുന്നു. പക്ഷേ അതൊന്നും ചെയ്യപ്പെട്ടില്ല. എന്തുകൊണ്ട് ചെയ്യപ്പെട്ടില്ല? മോഷണം നടക്കില്ല, മോഷണം നടത്താൽ പിടിക്കപ്പെടും. ആ ഒരു സാഹചര്യം കൊണ്ട് അവർ ബോധപൂർവ്വം ചെയ്യാതിരുന്നതാണ്. പക്ഷേ ഇവിടെ ഇപ്പം നേരത്തെ നിങ്ങളെല്ലാവരും പറഞ്ഞതിൽ നിന്ന് ഇതിൽ വിജയ് മല്യ അവിടെ സ്വർണം പൂശിക്കൊടുത്തതിനെ സംബന്ധിച്ചുള്ള അവിടെ വ്യക്തമായ രേഖകളില്ല എന്ന് പറയുന്നുണ്ട്. പക്ഷേ അന്ന് അദ്ദേഹം പൂശിക്കൊടുത്തതിനെ സംബന്ധിച്ച് അവിടെ കൊടുത്ത റിപ്പോർട്ടുകളിൽ ചില റിപ്പോർട്ടുകൾ നമ്മുടെ ദേവസ്വം വിജിലൻസ് കണ്ടുപിടിച്ച് കോടതിയിൽ ഹാജരാക്കി എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കാരണം അവരുടെ റിപ്പോർട്ട് വായിച്ചു നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ മനസ്സിലാക്കുക. അതുപോലെ അന്ന് 2019 ഫെബ്രുവരി മാർച്ച് അതിന് ദേവസ്വം ബോർഡിൻ്റെ ഡിസിഷൻ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ, മിനിറ്റ്സൊക്കെ അതിൻ്റെ കോപ്പി കോടതിക്ക് അവർ ഈ റിപ്പോർട്ടിനോടുകൂടി സമർപ്പിച്ചിട്ടുണ്ട്. അപ്പം ഏകദേശം ഈ തട്ടിപ്പിൻ്റെ തുടക്കം മുതൽ വരുന്ന ഗൗരവതരമായ കാര്യങ്ങൾ ബോധ്യപ്പെടുത്താൻ ഉതകുന്ന രീതിയിലുള്ള കുറേ രേഖകളൊക്കെ കിട്ടിയിട്ടുണ്ട്. പിന്നെ കുറേ ഇനി കിട്ടാനുള്ള രേഖകളൊക്കെ അവർക്ക് പൂഴ്ത്താം, നശിപ്പിക്കാം, ഇതൊക്കെ അവർക്ക് ചെയ്യാൻ പറ്റില്ല എന്ന് പറയുന്നില്ല. എന്തായാലും ഈ അന്വേഷണ ഉദ്യോഗസ്ഥന്മാരെന്തായാലും അവിടെ ചെല്ലുന്നതിന് മുമ്പല്ല, ചെന്നതിന് ശേഷം, ഞാൻ മനസ്സിലാക്കുന്നത് ചെന്നതിന് ശേഷം അവരെ സംബന്ധിച്ചുള്ള ആ ഓഫീസുകൾ ആദ്യത്തെ ദിവസം തന്നെ പരിശോധിച്ച് നോക്കുകയും അവിടുത്തെ പ്രധാനപ്പെട്ട രേഖകളൊക്കെ ഈ കേസുമായിട്ട് കിട്ടാൻ സാധ്യതയുള്ള രേഖകളൊക്കെ അവർ കൈവശപ്പെടുത്തുകയും പരിശോധിക്കുകയും ചെയ്തു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. നമുക്കിപ്പോൾ അതൊന്നും പുറത്ത് അറിയാൻ പറ്റില്ല. നമുക്ക് കേട്ട് അറിവ് മാത്രമേ ഉള്ളൂ. അല്ലാണ്ട് അവിടെ ഒന്നും ആരെയും പ്രവേശിക്കുന്നില്ല, ഇവരാരെയും അവിടുത്തെ വിവരങ്ങൾ കൈമാറുന്നില്ല എന്നൊക്കെ കൊണ്ട് നമുക്ക് ഊഹാപോഹങ്ങൾ മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് നമുക്കത് വിശ്വസനീയമെന്ന് പറയാൻ പറ്റില്ല. എന്തായാലും നല്ലൊരു പരിധി വരെ ഈ വിവരങ്ങൾ ലഭിച്ചിട്ടുണ്ട്. ഇതിലുള്ള പ്രധാനപ്പെട്ട എന്താണെന്നറിയോ, ഇവർക്ക് വേണ്ടിയിട്ട് സ്വർണം പൂശിയ, വിജയ് മല്യയ്ക്ക് വേണ്ടി സ്വർണം പൂശിയ ആ ഗ്രൂപ്പിനെ ചോദ്യം ചെയ്യുന്ന അവസരത്തിൽ അന്ന് ഇതിലുണ്ടായിരുന്ന പ്രധാനപ്പെട്ട വ്യക്തികളൊക്കെ മരിച്ചുപോയി. തൊഴിലാളികളിൽ പല ആളുകളും മരിച്ചുപോയി ഇല്ല എന്ന് പറയുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് അവരെ സംബന്ധിച്ച് പറയുന്നത് അവരുടെ കൈവശം ഇത്ര കാലം പഴക്കമായതുകൊണ്ട് രേഖകളില്ല എന്ന് പറയുന്നു. അല്ലെങ്കിൽ അവരുടെ അടുത്തുനിന്ന് കൃത്യമായിട്ട് ഓരോ സ്ഥലത്തും എന്ത് ചെയ്തു
എന്നുള്ളത് കണ്ടുപിടിക്കാൻ കഴിയുമായിരുന്നു. പക്ഷേ എന്തായാലും ഇല്ല എന്ന് പറഞ്ഞതല്ലാണ്ട് അത് വീണ്ടും അവിടെ ശ്രമം നടത്തിക്കൊണ്ടിരിക്കുന്നു അത് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട്. ഇപ്പോൾ അന്ന് ചെയ്തിരിക്കുന്ന വ്യക്തിയുടെ മകൻ മാത്രമേ ഇപ്പോൾ ഉള്ളൂ. അദ്ദേഹം അത് പിന്നെ പറ്റുന്ന കാര്യങ്ങളൊക്കെ അദ്ദേഹം അവരോട് പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. ബാക്കിയുള്ള രേഖകൾ ഞാൻ നോക്കട്ടെ, ഉണ്ടെങ്കിൽ ഹാജരാക്കാം എന്ന് പറഞ്ഞു എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അപ്പോൾ അങ്ങനെ ചെയ്ത ശേഷം ഇപ്പോൾ അവിടുത്തെ രേഖകൾ സംബന്ധിച്ച് മിനിറ്റ്സ് എന്ന് പറയുന്ന സാധനം മിനിറ്റ്സെല്ലാം പോലീസ് 2019 മുതലുള്ള മിനിറ്റ്സ് പരിശോധിച്ച് നോക്കി. 25 ഇപ്പം ഏറ്റവും അവസാനം വീണ്ടും ഇത് പൂശാൻ വേണ്ടി കൊടുക്കുന്നതിന് ഏറ്റവും അവസാനത്തെ ഈ ബോർഡ് എടുത്ത തീരുമാനം വരെ അവർ ആ കേസിൽ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്.